ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂണിക്കോൺ തീമിൽ ഒരു റെയിൻബോ കേക്കിൻ്റെ മുകളിലായിട്ട് യൂണിക്കോൺ തീമിൽ റെയിൻബോയും യൂണിക്കോണും ഫോണ്ടൻറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറേ ആൾക്കാർ ഗ്രൂപ്പിലും കുറേ ഇതിലും എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലും ഗ്രൂപ്പിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട് ആ യൂണിക്കോണിൻ്റെ ഐസസ് എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ യൂണിക്കോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്കിതിൽ കാണാം അല്ലേ. അപ്പോൾ ഫോണ്ടൻറ്റിൻ്റെ ഒന്നും അറിയാത്ത കുറച്ച് ആൾക്കാർ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയാണ്, നമ്മളിതുപോലത്തെ ഒരു പാക്കറ്റിലാണ് ഫോണ്ടൻസ് വരുന്നത്. 1 kg ആകുമ്പോൾ 4 പാക്കറ്റ്സ് ഉണ്ടാവും ഒരു ഡബയിൽ. ഇപ്പോൾ അതിൻ്റെ ഒരു സാധനമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ഗ്രാമാണ് അത് ഉണ്ടാവുക. 150 രൂപ അങ്ങനെയാണ് അതിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ്, കുറച്ച് ഹാർഡായിട്ടാണ് അത് ഉണ്ടാവുക. അത് നമ്മൾ കോൺഫ്ലവറും CMC പൗഡറൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് വലിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഭയങ്കര ഒരു ഒട്ടൽ പോലെ ഉണ്ടാവും. ഭയങ്കരമായിട്ട് ഒട്ടൽ മാത്രമല്ല, വല്ലാണ്ടങ്ങ് കയ്യിലും ഇങ്ങനെ വലിഞ്ഞൊരു മാതിരി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് അത് ശരിയാക്കി എടുക്കണം. പിന്നെ ഒരുപാട് കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസിൽ തന്നെ മീഡിയം അളവിൽ കോൺഫ്ലവറും പിന്നെ 1-2 നുള്ള് CMC പൗഡർ എന്തിനാണ് ചേർക്കുന്നതെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഫോണ്ടൻറ്റ് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടാനും മെൽട്ടായി പോവാതെ നല്ല സ്റ്റേബിളായിട്ട് നിൽക്കാനും വേണ്ടിയിട്ടാണ് ഈ CMC പൗഡർ, തൈലോസ് പൗഡർ അതൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫോണ്ടൻറ്റ് കുഴയ്ക്കുന്ന സമയത്ത് അത്യാവശ്യം കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് നമ്മൾ റെയിൻബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ നേരത്തെ രീതിയിൽ നമ്മൾ നീളത്തിൽ ഫോണ്ടൻറ്റ് പരത്താൻ വേണ്ടിയിട്ടുമാണ് ആ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ക്ലൗഡ് കട്ടേഴ്സാണ് കേട്ടോ. അപ്പം പല സൈസിലും പല ഷേപ്പിലായിട്ടാണ് ക്ലൗഡ് കട്ടേഴ്സ് വരുന്നത്. ഇത് ഫോണ്ടൻറ്റ് ടൂൾസ്. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു ചിരിക്കുന്ന ആ ഒരു രീതിയിലുള്ളൊരു വരക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടൂൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതില്ലാന്നുണ്ടെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുഞ്ഞ് ഒരു റൗണ്ട് പോലത്തെ സാധനം, അത് കണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ളതും കണ്ണിൻ്റെ ചെയ്യാനുണ്ട്. അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട് നമുക്ക് ഈ ഫോണ്ടൻറ്റ് ടൂൾസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിൽ, ഒരു മുട്ടയുടെ ഷേപ്പിൽ താഴെ ബോഡി പാർട്ടും അതേപോലത്തെ ഒരു മുട്ടയുടെ ഷേപ്പാണോ ചോദിച്ചാൽ അല്ല, ആണോ ചോദിച്ചാൽ ആ ഒരു ഷേപ്പിലായിട്ട് മുകൾ പോർഷനും കൂടി എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി റൗണ്ട് ചെയ്തിട്ട് നല്ല അടിപൊളി കവിളൊക്കെ ആയിട്ടുള്ള യൂണിക്കോണിനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ 2 പീസസിനെ നമ്മൾ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ യൂണിക്കോണിൻ്റെ ആ ഒരു കോണില്ലേ, ആ കോണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. ഒന്നിക്ക് അതുപോലത്തെ ടൂൾസ് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ച് തന്നെ, കൈ മാത്രം തന്നെ മതി, വേറെ ടൂളൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ അതുള്ളത് കൊണ്ടെടുത്ത് യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ടൂത്ത് പിക്കിലേക്ക് കോണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നിക്ക് നമ്മൾ അതുപോലെ പിരിച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ആ ഒരു ടൂത്ത് പിക്കിലേക്ക് തന്നെ പിരിച്ചിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ സെറ്റാക്കി എടുത്തിട്ട് വൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. യെല്ലോയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ വൈറ്റിൽ തന്നെ ചെയ്തിട്ട് അതിലേക്ക് ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. പിന്നെ നമ്മളിതൊരു കുഞ്ഞ് ഫോണ്ടൻറ്റ് ഷേപ്സ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ചെറിയ കുഞ്ഞ് ബട്ടർഫ്ലൈയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ബോ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കഴുത്തിലുള്ള ഒരു ടക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഈ ഒരു സാധനത്തിലാണ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നല്ല ക്യൂട്ടായിട്ടുണ്ടാവും. നല്ല കുഞ്ഞ് പിങ്ക് കളറാകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ 2 സൈഡിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞ് അതിന് കുറച്ച് വെള്ളം തൊട്ട് കൊടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് CMC പൗഡർ വെള്ളത്തിൽ കലക്കിയിട്ട് പശയായിട്ട് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള വാട്ടർ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പശയായിട്ട് നമുക്ക് ഈ വെള്ളം തന്നെ മതിയാവും. ഈ ഫോണ്ടൻറ്റിൽ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതങ്ങടെ ഒട്ടി നിന്നോളൂ കേട്ടോ. പിന്നെ ഇതുപോലെ ഓരോ കളേഴ്സും, ഞാനിപ്പോൾ ഇത് ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, യെല്ലോ, ഗ്രീന്, അങ്ങനെ ബ്ലൂ, അങ്ങനെ പല ഷേപ്പിലായിട്ട് പല കളറിലായിട്ട് പല സൈസിലായിട്ട് ഈ ഒരു രീതിയിൽ ഹെയർ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലാക്ക് അല്ലല്ലോ, യൂണിക്കോണിന് വെറൈറ്റി കളേഴ്സാണല്ലോ പൊതുവേ ഹെയർസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഹെയറിന് വേണ്ടിയിട്ട് ഞാനിത് കുറേ ഐറ്റംസ് നേർത്ത രീതിയിൽ ഒരു ഭാഗം നല്ല തിക്കായിട്ടുള്ള രീതിയിലും അവിടെ പരത്തിയിട്ട് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് റെയിൻബോൻ്റെ ഓരോ കളേഴ്സും മിക്സ് ചെയ്യണം. ആദ്യം യെല്ലോ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇതേ ടൂൾസ് ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് 2 കൈ വെച്ചിട്ടും ചെയ്യാം, 1 കൈ വെച്ചിട്ട് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് ആവുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. പിന്നെ അത്യാവശ്യം തിന്നായിട്ട് പരത്താൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ റെയിൻബോ തലകുത്തനെ വീണ് പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വെയിറ്റും ഓവറായി പോവും. നമുക്ക് ഫോണ്ടൻറ്റും ഒരുപാട് എക്സ്പെൻസീവാണ്, ഒരുപാട് പോവും. അതുകൊണ്ട് എല്ലാ റെയിൻബോയുടെ ആ ഒരു കളേഴ്സും ഒരേ തിക്നെസ്സിലും ഒരേ അളവിലും ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം കേട്ടോ.
അപ്പോൾ ഓരോന്നും ഞാൻ കളർ മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അതിനിടയിൽ റെയിൻബോ ചെയ്തതിൻ്റെ ബാക്കി കൊണ്ട് എയർ കൂടെ ചെയ്യുന്നുണ്ട്. ഓരോന്നും ചെയ്യുന്നതിൻ്റെ ബാക്കി എടുത്തിട്ടൊക്കെയാണ് എയർ ചെയ്യുന്നത്. അല്ലാതെ ഓരോന്നിനും വേറെ തന്നെ നമ്മൾ പരത്തല്ല ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ട് എല്ലാ കളേഴ്സും ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് ഓരോന്നും എടുത്തിട്ട് റെയിൻബോന് കട്ട് ചെയ്തെടുക്കും. ആ കട്ട് ചെയ്തതിൻ്റെ ബാക്കി എടുത്തിട്ട് ഹെയർ ആക്കി വെക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ നേരത്തെ യെല്ലോ ചെയ്തു, ഇപ്പം ഓറഞ്ച്. ഷെഫ് മാസ്റ്ററിൻ്റെ ജെൽ കളേഴ്സ് തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഷെഫ് മാസ്റ്റർ, മാജിക്, ഷുഗറിൻ. കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഏത് കളേഴ്സാണ്, ഏത് ബ്രാൻഡാണ്. മാക്സിമം നമ്മൾ ഫോണ്ടൻറ്റിലായിക്കോട്ടെ ക്രീമിലായിക്കോട്ടെ ജെൽ കളേഴ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ലിക്വിഡ് കളേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് അങ്ങ് ഒട്ടിപ്പിടിക്കാനും ക്രീം ആണെങ്കിൽ ലൂസായി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. നമ്മൾ കേക്കിൻ്റെ സ്പഞ്ചിൽ നമുക്ക് ലിക്വിഡ് കളേഴ്സ് ആയാലും ജെൽ കളേഴ്സ് ആയാലും ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഗ്രീന്, ബ്ലൂ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഭയങ്കര ഡാർക്ക് ഷെയ്ഡിലല്ല, ഒരു മീഡിയം ഡാർക്കും ഉണ്ട്, എന്നാൽ ഒരുപാട് ഡാർക്കും അല്ലാത്ത രീതിയിലാണ് എല്ലാ കളേഴ്സും യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ പർപ്പിള്, ഗ്രീന്, ബ്ലൂ, യെല്ലോ, ഓറഞ്ച്, അങ്ങനെ എല്ലാ കളേഴ്സും, പിങ്ക്, എല്ലാ കളേഴ്സും മിക്സ് ചെയ്തിട്ട് അത് പരത്തിയെടുത്തതാണ് ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെയിൻബോയുടെ കളറിലേക്ക് നമ്മൾ മാറ്റിയിട്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ സെറ്റാക്കിയതിന് ശേഷം ഒരേ ലെവലാക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം എല്ലാ ഭാഗത്തും ഒരേ അളവാണോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അതായത് ഇപ്പം ഞാൻ ഈ കട്ട് ചെയ്യുന്ന സ്ഥലത്തും അപ്പുറത്തും ഒരേ അളവിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ കേക്കിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗം ചെറുതും ഒരു ഭാഗം വലുതും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. പിന്നെ റെയിൻബോ ഇതുപോലെ റെയിൻബോയുടെ ഇത് മാത്രമായിട്ട് ഒരിക്കലും നിൽക്കില്ല. ബാക്കിൽ നമ്മൾ കാർഡ്ബോർഡിൻ്റെ എന്തെങ്കിലും പിന്നെ ഫോണ്ടൻറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിന് കുറച്ചൊരു സ്റ്റേബിളായിട്ട് നിൽക്കാനുള്ള ഒരു കെൽപ്പ് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോണ്ടൻറ്റ് കുഴഞ്ഞ് ചാടി വീഴും കേട്ടോ. ഇനി എങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും അതെന്തായാലും കുഴഞ്ഞു പോകും. കാരണം അതിന് നിൽക്കാനുള്ള ഒരു പൊസിഷൻ നമ്മൾ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ സ്റ്റിക്കൊക്കെ ഹാപ്പി ബർത്ത്ഡേയുടെ ഒക്കെ സ്റ്റിക്കെല്ലാം വരുന്ന കാർഡില്ലേ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് ഓരോ പീസസും ഓരോ കളേഴ്സിനെയും തമ്മിൽ വെള്ളം വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് വെള്ളം തൊട്ടിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം ആ ഒരു റെയിൻബോക്ക് കണക്കായിട്ട് നമ്മൾ ആ ഒരു കാർഡ്ബോർഡിനെ കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം തൊട്ട് ഓരോന്നോരോന്നായിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ സ്റ്റാൻഡിങ്ങിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ റെയിൻബോന് ഒരു പൊസിഷൻ കിട്ടും. അല്ലാതെ നമ്മൾ ഈ റെയിൻബോ മാത്രമായിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒന്നിക്ക് ഇതുപോലെ കാർഡ്ബോർഡ് അല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഫോണ്ടൻറ്റ് കുറച്ചും കൂടെ തിക്കാക്കിയിട്ട് അതിനേക്കാളും കൂടുതൽ ഈ കാർഡ്ബോർഡും ചോക്ലേറ്റ്സും ആണ് സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സേഫായിട്ട് ബാക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് മാത്രമേ ഏത് ഡിസൈൻസും ഇതുപോലെ കുത്തനെ നമ്മൾ സ്റ്റിക്കായിട്ട് കുത്തുന്ന സാധനത്തിന് എപ്പോഴും ബാക്ക് സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ഈ ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ആളെ പുറമേ കാണുമ്പോൾ അതൊരു ബോറല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഫോണ്ടൻറ്റ് കട്ട് ചെയ്ത് പരത്തിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല അത് കുറച്ചും കൂടി സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു സാധനം കൂടി കൊടുക്കുന്നുണ്ട്. നമുക്കൊരു സ്റ്റിക്ക് ആവശ്യമാണ്. 2 സൈഡിലായിട്ട് സ്റ്റിക്കും മുകളിലും ഒരു സ്റ്റിക്ക് ടൂത്ത് പിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് കേക്കിലേക്ക് കുത്തി ഇറക്കി നിർത്താനും പിന്നെ ഇത് കുഴഞ്ഞ് വീണ് പോവാതിരിക്കാനും ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ സേഫായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ റെയിൻബോൻ്റെത് ഞാൻ വേറെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒരു റെയിൻബോ ആണ്. ഇതിനേക്കാളും വലിയ കേക്കിൻ്റെ ഹൈറ്റിൽ തന്നെ കേക്കിൻ്റെ ഒരറ്റം കേക്കിലും മറ്റേ അറ്റം റെയിൻബോ കേക്കിൻ്റെ ബോർഡിലും വെക്കുന്ന രീതിയിൽ ഒരു റെയിൻബോയുടെ ഡിസൈൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം സേഫായിട്ട് വെക്കേണ്ട രീതിയും ഒക്കെ ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെയിൻബോ തന്നെ നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫോണ്ടൻറ്റിൻ്റെ ഡിസൈൻസ്, ഫ്ലവേഴ്സ് ഡിസൈൻസ്, കേക്ക് സ്പഞ്ച്, വെറൈറ്റി ആയിട്ടുള്ള കേക്കിൻ്റെ ഫില്ലിങ്സ്, വെറൈറ്റി റെസിപ്പീസ് ഇതൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ മടിയന്മാർ ആരെങ്കിലും ലൈക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിലുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്ന വീഡിയോസ് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടു കഴിഞ്ഞ് എന്തായാലും ലൈക്ക് ചെയ്തേക്കണേ. നിർബന്ധമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറേ മടിയന്മാർ ഉപകാരപ്പെട്ട കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ ലൈക്ക് മാത്രം ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചെറിയ സ്റ്റിക്കായിരുന്നു ആ റെയിൻബോന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനത് മാറ്റിയിട്ട് കുറച്ചുകൂടെ വലിയ സ്റ്റിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ ആ ഒരു യൂണിക്കോണിനെ സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. 2 കാലും 2 കൈയും ഒക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഒന്നിങ്ങനെ പരത്തിയിട്ട് ഒരു അറ്റം മാത്രം കുറച്ച്
ടിപ്പാക്കിയിട്ട് ബാക്കി അറ്റങ്ങൾ നേർത്ത രീതിയിലായിട്ടാണ് ചെയ്യുന്നത്. അത് കാലിന് കുറച്ചും കൂടെ തടിച്ചതും കൈക്ക് കുറച്ചും കൂടെ വലിപ്പം കുറച്ചും കൂടെ നീളത്തിലുമാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അതിങ്ങനെ കേക്കിലേക്ക് കൈ കുത്തി ഇരിക്കുന്ന പോലെയായിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിക്കോണിനെ ചെയ്തിട്ടുള്ളത്. അപ്പം സൈഡ് ചെയ്യുന്ന സമയത്ത് ആ കാല് ചെയ്യുന്ന സമയത്ത് അധികം വലിപ്പോ ഇത് വേണ്ട, അറ്റം നല്ല വണ്ണം വേണം കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഗോൾഡൻ ഡസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. പിന്നെ നമ്മുടെ കേക്കും ഫോണ്ടൻ ഡിസൈൻസും ഫോണ്ടൻ വർക്കും ടെഡി ബെയറും അല്ലെങ്കിൽ ഇതുപോലെ യൂണിക്കോണ് പിന്നെ റെയിൻബോ പല ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ 5-10 മിനിറ്റ് കൊണ്ടല്ല കേട്ടോ ചെയ്യുന്നത്. വീഡിയോസിൽ മാക്സിമം നമ്മൾ ചുരുക്കി സ്പീഡ് കൂട്ടി ചുരുക്കി കട്ട് ചെയ്ത് ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്. കാരണം അത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസ് ഒരുപാട് ലോങ് അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളും പറയേണ്ട കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാതെ പറഞ്ഞു തരാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളിപ്പം അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വീഡിയോസ് കണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ട് വീഡിയോ ചുരുക്കിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നത്. പിന്നെ ഈ ഒരു കണ്ണ് നമ്മൾ ചെയ്തത് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ മെസ്സേജസ് വാട്സപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കണ്ണ് എങ്ങനെയാണ് ചെയ്തതെന്ന്. നമ്മൾ ആദ്യം തന്നെ ബ്ലാക്ക് ഡോട്ട്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ഡോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കണ്ണാണ് വരിക. അത്ര നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യൂല. ആ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കണ്ണിനെ നമ്മൾ കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നത് നോർമലി ഒരു യൂണിക്കോൺ ആയിരുന്നു. നമ്മളതൊന്ന് വെറൈറ്റി ആക്കിയിട്ട് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. അപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് പല ആൾക്കാർക്കും പല സാധനങ്ങളും നോർമലി കൊടുക്കാതെ മാക്സിമം ട്രെൻഡിങ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സിന് നമ്മളോടൊരു സാറ്റിസ്ഫാക്ഷനും ഒരു ഇഷ്ടമൊക്കെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാഷാഅല്ലാ ഈ ഒരു കസ്റ്റമർ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. കേക്ക് ആയിക്കോട്ടെ ഡിസൈൻ ആയിക്കോട്ടെ എല്ലാത്തിനും നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു കസ്റ്റമറുടെ വോയിസ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.5 വർഷം മുൻപുള്ള കേക്ക് കഴിച്ചതിൻ്റെ റിവ്യൂ വരെ അവരിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കേക്ക് കാരണമാണ് എൻ്റെ അടുത്തേക്ക് വന്നതെന്നും എൻ്റെ അടുത്തുള്ള കസ്റ്റമർ ആയതെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വേറൊരു ഫാമിലിയിൽ പോയ സമയത്ത് കഴിച്ച കേക്കിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് ഇപ്പം ഈ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ മാഷാഅല്ലാ ഭയങ്കര സന്തോഷമായി. അപ്പോൾ യൂണിക്കോണിൻ്റെ ആ ഒരു ഐസസ് ഞാൻ വെച്ചത് ബ്ലൂ കളർ ഒരു സൈഡിൽ നേർത്ത രീതിയിൽ കണ്ണിന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 വൈറ്റ് ഡോട്ട്സും കൊടുത്തു. പിന്നെ നമ്മൾ എയേഴ്സും നേരത്തെ ചെയ്ത് സെറ്റാക്കിയിട്ടില്ലേ, ഒരറ്റം നേർത്തതും മറ്റേ അറ്റം കുറച്ച് തിക്കായിട്ടുള്ളതും അതിങ്ങനെ വെള്ളം തൊട്ടിട്ട് ഓരോന്നോരോന്നുമായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഒന്ന് അങ്ങോട്ടേക്ക് കൊടുക്കുന്നതിലേക്ക് ഒന്ന് ചിരിച്ച് ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ എയറൊക്കെ ഇങ്ങനെ ചിരിച്ച് മറിച്ചൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ചുരുട്ടിയിട്ടൊക്കെ ആ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പല കളേഴ്സായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ആദ്യം പിങ്കിൽ വെച്ചു, പിന്നെ ഡാർക്ക് പിങ്ക് വെച്ചു, പിന്നെ ഗ്രീന്, യെല്ലോ, അങ്ങനെ ബ്ലൂ, അങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നോർമലി ബ്ലാക്ക് ഐസ് മാത്രമാണ് കൊടുത്തതെങ്കിൽ ഈ ഒരു ലുക്ക് കിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുറച്ചൊന്നും മെനക്കെട്ടാലും സാരില്ല ഐസസ് ആ കണ്ണുകൾ ഉണ്ടാക്കിയെടുക്കാൻ കൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കണ്ണുകൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഏതൊരു ഡിസൈനും ഒരു പെർഫെക്ഷൻ വരുള്ളൂ. നമ്മളിപ്പോൾ ഒരു ചിത്രം വരച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ചിത്രകലാകാരൻ ലാസ്റ്റിലോട്ടാണ് കണ്ണുകൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ പല കാര്യങ്ങളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. മുൻപൊക്കെ ഞാൻ ചിത്രം വരയ്ക്കുന്ന സമയത്തും കണ്ണുകൾ ലാസ്റ്റുമാണ് നമ്മൾ സെറ്റ് ചെയ്യുക. കാരണം ആ ഒരു കണ്ണിലാണ് അതിൻ്റെ ജീവൻ ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ജീവൻ മീൻസ് ആ ഒരു ഒറിജിനാലിറ്റി. അപ്പോൾ കണ്ണുകൾക്ക് നോർമലി ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ വരില്ല. അപ്പോൾ ആ ഒരു കണ്ണുകളിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ആ കണ്ണിന് ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള വൈറ്റ് ഡോട്ട്സും ബ്ലൂവും ബ്ലാക്കും പിന്നെ നമ്മുടെ പുരികവും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം ഒരു ടൈം എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ആ എയേഴ്സും പിന്നെ നമ്മൾ ചെവിക്ക് വേണ്ടിയിട്ട് ഒരു വൈറ്റ് ചെറിയ പോർഷൻ എടുത്തിട്ട് ഒരു വി ഷേപ്പിലോട്ടാക്കിയിട്ട് സെൻറ്ററിൽ കുറച്ച് പിങ്ക് കളറും കൂടെ കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ ചെവികളൊക്കെ സെറ്റാക്കി. പിന്നെ യൂണിക്കോണിൻ്റെ മുകളിൽ ആ കോണിന് ഗോൾഡൻ ഡസ്റ്റ് ഓയിലിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കൊടുത്തു. പിന്നെ താഴെ ബ്രഷ് വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്, ഓയിലാണ് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് കാലിനും കൈക്കും ഒക്കെ നമ്മൾ ആ അറ്റത്ത് നമ്മുടെ ഗോൾഡൻ ഡസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞു നല്ല ക്യൂട്ടായിട്ടുള്ള ആ ഒരു
കവിളത്ത് ഒരു പിങ്കായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് ബ്ലഷ് ചെയ്ത പോലെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു ക്യൂട്ട്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് എന്നാൽ അത്യാവശ്യം മെനക്കെട്ടിട്ട് നമ്മുടെ ആ ഒരു യൂണിക്കോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് പറയാനും മടിക്കണ്ട. അപ്പോൾ മടിയന്മാരുണ്ടെങ്കിൽ വേഗം ഒന്ന് പോയിട്ട് ലൈക്ക് ചെയ്തേ. പിന്നെ ഞാനിവിടെ ക്ലൗഡ് രണ്ടെണ്ണം ചെറിയ സൈസിലുള്ളത് ക്ലൗഡ് 2 അറ്റത്തായിട്ട് വെച്ച് കൊടുക്കാനും, പിന്നെ വൈറ്റിൽ തന്നെയാണ് ഞാൻ പേര് ചെയ്തിട്ടുള്ളത്. പിങ്ക് കളേഴ്സ് വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ടാണ് പേര് എഴുതുന്നത്. കുറേ ആൾ ചോദിക്കാറുണ്ട് പേരെങ്ങനെയാണ് ഫോണ്ടിൽ എഴുതാറില്ല. പല ടൈപ്പിൽ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. സ്റ്റാമ്പ് ടൈപ്പിൽ ചെയ്യാറുണ്ട്, പെന്ന് വെച്ച് ചെയ്യാറുണ്ട്, ഇതുപോലെ ബ്രഷ് വെച്ച് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ വേറെയും ഒരുപാട് സ്റ്റാമ്പ് ടൈപ്പിൻ്റെ തന്നെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്യുന്ന ടൈപ്പ്, അങ്ങനെ കുറേ ടൈപ്പിൽ ഞാൻ പേര് എഴുതാറുണ്ട് കേട്ടോ. അപ്പോൾ കുറേ എണ്ണം ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കുറേ ബിഗിനേഴ്സുള്ള ആൾക്കാരാണ് കുറേ ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ പേര് എഴുതുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഫോണ്ടിൽ ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നതും ഒക്കെ വീഡിയോസ് ഇടാം കേട്ടോ. അപ്പോൾ വെറൈറ്റി വീഡിയോസിന് വേണ്ടിയിട്ട് ലൈക്കും കമൻറ്റ് ചെയ്യണേ.